എടാ നിനക്കൊല്ലം കിട്ടിയ ഒന്നും കിട്ടിയില്ലേ? കൊറേ നേരം തുടങ്ങിട്ട് മീൻ പിടുത്തോണ് പുട്ടുണ്ടാക്കലല്ല അമ്മയോട് മീനെന്താ വിശപ്പില്ല. കൊളുത്തു പോയത്. ഇവിടെ മീനുണ്ടെന്ന് എൻ്റെ അടുത്ത് ആര് പറഞ്ഞത്? മീനിലും നല്ല ഉറുമ്പുണ്ട്, ചൊറിഞ്ഞിട്ട് പാടില്ല. നമ്മൾ മീൻ കൊണ്ടിട്ട് പിടിക്കേണ്ടി വരൂ. എന്തു പറ്റി? എന്തെങ്കിലും മൂടോട്ടിരിക്കണ? ഒരു മൂടില്ലെന്നാ പോടാ. ഞാൻ മറ്റേ കാര്യാലോചിന്റെ കേക്കില്ലേ? എടാ നീ അതുമ്പോ തൂങ്ങിയിറക്കാണ്ട് അടുത്ത പരിപാടി പിടിക്കാൻ നോക്ക്. പറഞ്ഞില്ലെന്നോണ്ടാ വെറുതെ. എടുത്താ എനിക്ക് എങ്ങനെയാണോ ഇതൊക്കെ സെറ്റാണ്? എനിക്കൊന്നും റെഡി ആവണല്ലോ. എങ്ങനെ സെറ്റാണെന്ന്? അതൊക്കെ ഒരു കലയാണ് മോനെ. നമ്മൾ എന്ത് വന്നാലും വിട്ടുകൊടുക്കരുത്. വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ മീൻ കൊത്തണ പോലെ എപ്പോഴെങ്കിലും ഒരെണ്ണം വന്ന് കുത്തും. ചിലത് എഴുതിപ്പോവും, പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും. അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നുകൂടെ ഒരു ചൂണ്ടറിയാൻ നോക്ക്. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടാ, ഇല്ലെങ്കിൽ പോറ്റ പോലെ ആവും. കൊച്ചു കഴിവേറി കള്ളപ്പന്നി. പെട്ടെന്ന് വേണേ. ഒന്നും വിചാരിക്കല്ലേ, വാ 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 വേഗം. എടുത്തോ. ഓക്കെ. ഹലോ ഹലോ രേവു, ഇതൊക്കെ വെറും വേസ്റ്റാ. എന്തുപറ്റി? നീ പറഞ്ഞ പോലെ വന്ന റിക്വസ്റ്റ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരും കള്ളക്കളവന്മാരും ഒക്കെയാ. സുമി അങ്ങനെ പറഞ്ഞതെല്ലാം ഒന്നും നീ അക്സെപ്റ്റ് ചെയ്യണ്ട. നിനക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ശരി, നാളെ കാണാം. ഓക്കെ. മോർണിംഗ് സർ. എന്താ സർ? ഞാനൊരു സാധനം വിട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സാധനം സർ? ഫേസ്ബുക്കിൽ കയറിയല്ലേ? ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, വേണ്ടത് ചെയ്തേക്കണം ഓക്കെ കേട്ടോ. ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു, ആക്സെപ്റ്റ് ചെയ്തപ്പോൾ മെസ്സേജ് വന്നു. നോക്കട്ടെ. Working at Info Park, BTech graduate from MJ University. കാണാൻ ചുള്ളനാണല്ലോ. നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് മോളെ. How are you? എനിക്ക് ലൈൻ സെറ്റായി. അതിന് യെസ്. പേര് സുമി, കോട്ടയത്താണ് വീട്, ബാങ്കിലാ ജോലി. കോട്ടയത്താ? കോട്ടയം സുമി. എടാ അത് ആണാണോ പെണ്ണാണോ നോക്കട്ടെ, നിന്റെ കാര്യം എനിക്കൊരു ഡൗട്ട്. അത് പ്രൊഫൈൽ പിക്ചർ നോക്കി അറിഞ്ഞൂടെ ആളിയാ? പോയിന്റ്. അതിന് ഏതെങ്കിലും ഒരു ഫോട്ടോ ആളെ പറ്റിയാണ് പാട്. അത് പോയിന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാ ഒരു കാര്യം ചെയ്യും, അവളോടൊരു വോയിസ് അയക്കാൻ പറയും. അത് പോയിന്റ്. വോയിസാ? അത് അത് ചോദിക്കാവുന്നതാണ് അല്ലേ? ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കും, ഇങ്ങനെയൊക്കെയല്ലേ തുടങ്ങുന്നത്. മിക്കവാറും ഒരു മാമന്റെ ശബ്ദം വരുവേ. എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്, അതൊന്ന് സഹായിച്ചു തരുമോ? എന്താ കാര്യം? എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം, എനിക്കൊരു വോയിസ് ഇടൂ. അതെ രേവു, ഇത് കണ്ടോ?
ഇതെങ്ങനെ അയക്കുന്നേ? ഓ ഇത്രേ ഉള്ളോ? എടാ മെസ്സേജ് വന്ന് പ്ലേ ചെയ് എന്താ സുല്ലേ ഞാൻ പറയണ്ടേ? നിക്കി ഒരു സാധനം കേൾപ്പിക്കാം. സുമി സുമിയുടെ ശബ്ദത്തിന് സംഗീതത്തിന്റെ സൗന്ദര്യമാണ് സുമിയുടെ കണ്ണുകൾ പോലെ. റൊമാൻസ് അറിയാത്തവനാണ് നീ. ഇങ്ങനെ ആടാ. ഹാ രാധേച്ചി സുഖല്ലേ? എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. ഞാൻ ചായ എടുക്കാം. ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ. അപ്പൊ ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ചേച്ചി കല്യാണത്തെ പറ്റി ഒന്നും ആലോചിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. അല്ല ഇനിയിപ്പോ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം. അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ. എന്താണ് മോനെ നിന്റെ പരിപാടികൾ? സ്മൂത്ത് ആയിട്ട് ഉണ്ട്. നമ്പർ കിട്ടിയാ? ഇവിടെ പൊട്ട നമ്പർ ചോദിക്കണ്ടേ? അപ്പൊ അറിയാലോ അവർക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന്. എങ്ങാനും ഉള്ള നമ്പർ തന്നാ മോനെ പരിപാടി സെറ്റാണ്. ആണല്ലേ? നമ്പർ ചോദിക്കാം. സുമി ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ നമ്പർ ഒന്ന് തരൂ. കിട്ടൂ? അത് പറയാലേ. കിട്ടി. എന്നെ കിട്ട് തോറ്റി. ഇഷ്ടമുണ്ടല്ലേ? ചെറുതായിട്ട് ഉണ്ടാവും, ഇല്ല തരൂല. എന്നാലുണ്ട് വാവേ നിന്റെ ഒരു ഭാഗ്യം. ആ മോനെ നീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അമ്മ ഒരു കാര്യം ചെയ്, ആ ഫോണൊന്ന് സ്പീക്കർ ഇട്ടെ, ഞാൻ പറയാം. സുമി, അതെ നിന്നെ ഇനി അങ്ങനെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ ആ കല്യാണത്തിന് സമ്മതിച്ചേക്ക്. സുമേഷേ, ഇതാ കാര്യമെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അല്ല പിന്നെ നിന്നെ ആര് വന്ന് കെട്ടുംന്നാ? അതെ കല്യാണത്തിന്റെ മുഴുവൻ ചെലവ് അവര് നോക്കിക്കോളാന്നാ പറഞ്ഞേക്കുന്നത്. പിന്നെ നിനക്കെന്താ പ്രശ്നം? ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി. ഞാൻ നിന്നോട് പറഞ്ഞു എന്റെ കല്യാണം നടത്തി തരാൻ. പറ. അതെ ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് നീ വലിയ ആളാവാനൊന്നും നിൽക്കണ്ട. ഇതുവരെ നിന്റെ കാര്യങ്ങൾ നോക്കിയത് ഞാനും അമ്മയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞാൻ ആ കൃഷ്ണകുമാറിനെ വിളിച്ച് പറയാൻ പോവാ. അതെ അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോ. എവിടെ ഈ കല്യാണം നമ്മൾ നടത്തും. അത്ര തന്നെ. കാണാം. ആ കാണാം. ആ അച്ഛാ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എൻ്റെ നിശ്ചയം നടത്തണം. എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും സൗന്ദര്യമൊക്കെ ഉള്ള എന്നെ അവൾ എന്തിനു വേണ്ടെന്ന് നോക്കണം അച്ഛാ. അച്ഛൻ ആ ബ്രോക്കറിനെ വിളിച്ചിട്ട് എത്ര പെട്ടെന്ന് റെഡിയാക്കി. അതൊക്കെ അച്ഛനേറ്റു. നീ സന്തോഷമായിട്ട് പോയിട്ട് വാ, ഞാൻ എല്ലാം നോക്കിക്കോളാം. അച്ഛാ അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം. അതിന്റെ അടുത്ത മാസം കല്യാണം. അച്ഛൻ എനിക്ക് പെട്ടെന്ന് നടത്തി തരണം. ഓഫീസിലുള്ളവരൊക്കെ ചോദിക്കുക എന്താ നിന്റെ കല്യാണം നടക്കാത്തത്, എന്താ നിന്റെ കല്യാണം നടക്കുന്നു. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതെല്ലാം ശരിയാക്കാം, നീ പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട്. അല്ല അപ്പൊ അതിന്റെ ചെലവൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എൻ്റെ FD പൊട്ടിക്കും, അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും നടത്തും. എന്തായാലും അവന്റെ ആഗ്രഹം നടക്കട്ടെ. എന്താടാ? ഞാൻ ബിസിനസിന് കാശ് ചോദിച്ചപ്പം അച്ഛൻ്റെ കയ്യിൽ ഇല്ല. ഇവന് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണം പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്ത് കൊടുക്കും അല്ലേ? ഡാഡാ നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടും. കുറെ സ്ഥലം ഉണ്ടല്ലോ, അതിലേതേലും വിറ്റ് എനിക്ക് കാശ് ഒന്നുകൂടെ. എന്നെ പറ്റി ഈ വീട്ടിൽ എന്തെങ്കിലും വ്യാകുലത ഉണ്ടാ? ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം. പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നതേ ഉള്ളൂ, തിരിച്ചടയ്ക്കുന്നതേ അവൻ അതിനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാണല്ലോ. എന്നോട്ട് വിശ്വാസം ഇല്ലേ? ഇല്ല ഒട്ടുമില്ല. നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം. തടയാൻ പറ്റുമെങ്കിൽ തട. വാവേ വളർത്തി കളഞ്ഞവനെ.